കേന്ദ്ര സർക്കാരിന്റെ കടം 200 ലക്ഷം കോടിയായി വർദ്ധിച്ചു. വി ശിവദാസൻ എംപിക്കാണ് രാജ്യസഭയിൽ ധനകാര്യ മന്ത്രാലയം മറുപടി നൽകിയത്. പലിശ അടയ്ക്കൽ മാത്രം 12 ലക്ഷം കോടിയായി ഉയർന്നെന്നും കണക്കുകൾ വ്യക്തമാക്കുന്നു. വൻകിട കോർപ്പറേറ്റുകളെയും അതിസമ്പന്നരെയും നികുതി വിധേയമാക്കാതെ സാധാരണ ജനങ്ങൾക്ക് മേൽ പരോക്ഷ നികുതി ഏർപ്പെടുത്തുകയാണ് കേന്ദ്ര സർക്കാർ എന്നും ശിവദാസൻ എം പി വിമർശിച്ചു. പാർലമെന്റിൽ ധനകാര്യ മന്ത്രാലയം വി ശിവദാസൻ എംപിക്ക് രേഖാമൂലം നൽകിയ മറുപടിയിലാണ് കേന്ദ്ര സർക്കാരിന്റെ കടം 200 ലക്ഷം കോടിയിലേക്ക് എത്തുന്നുവെന്ന് വ്യക്തമാക്കുന്നത്. 2020-21 സാമ്പത്തിക വർഷത്തിൽ 115.71 ലക്ഷം കോടി ആഭ്യന്തര കടവും 6.15 ലക്ഷം കോടി വിദേശ കടവും ഉൾപ്പെടെ 121.86 ലക്ഷം കോടിയായിരുന്നു കേന്ദ്ര സർക്കാരിന്റെ മൊത്തം കടം. ഇത് 2024-25 177.20 ലക്ഷം കോടി ആഭ്യന്തര കടവും 8.74 ലക്ഷം കോടി വിദേശ കടവും ചേർത്ത് 185.94 ലക്ഷം കോടിയായി ഉയർന്നു. 2025-26 ബജറ്റ് കണക്കനുസരിച്ച് കേന്ദ്ര സർക്കാരിന്റെ മൊത്തം കടം ഇനിയും ഉയർന്ന് 200.16 ലക്ഷം കോടിയാകുമെന്നാണ് കണക്കാക്കുന്നത്. പലിശ അടയ്ക്കൽ മാത്രം 2020-21 6.80 ലക്ഷം കോടിയായിരുന്നത് 2024-25 11.16 ലക്ഷം കോടിയായി വർദ്ധിച്ചുവെന്നും കണക്കുകൾ വ്യക്തമാക്കുന്നു. 2025 ജൂൺ 30 വരെ മാത്രം കേന്ദ്ര സർക്കാർ 3.72 ലക്ഷം കോടി പുതിയ ആഭ്യന്തര കടവും 0.23 ലക്ഷം കോടി പുതിയ വിദേശ കടവും എടുത്തിരുന്നു. അതേസമയം കടം വർദ്ധിച്ചു വരുമ്പോഴും അതിസമ്പന്നരെയും ലാഭം കൊയ്യുന്ന വൻകിട കോർപ്പറേറ്റുകളെയും നികുതിക്ക് വിധേയമാക്കാൻ കേന്ദ്ര സർക്കാർ തയ്യാറാകുന്നില്ല എന്നതാണ് വസ്തുത. ചെലവ് ചുരുക്കലുകളും പരോക്ഷ നികുതിയും വഴി സാമ്പത്തിക ഭാരം സാധാരണ ജനങ്ങൾക്ക് മേൽ ചുമത്തുന്ന കേന്ദ്രം ഏറ്റവും സമ്പന്ന വിഭാഗങ്ങളോടാണ് കൂറു പുലർത്തുന്നതെന്ന് വി ശിവദാസൻ എം പി വിമർശിച്ചു. കൈരളി ന്യൂസ്, ദില്ലി.